നമസ്കാരം. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച ഒന്നിച്ച് താങ്കളെ സ്തുതിക്കുവാനും അത് പങ്കുവയ്ക്കുവാൻ ദൈവം അവസരം നൽകി. ഇന്നും പല പ്രിയ സ്നേഹിതരായ സുവിശേഷന്മാരെയും കാണുവാൻ ഇടയായതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ വളരെ കാര്യങ്ങൾ വടക്കേ ഇന്ത്യയിൽ പറയുവാനുണ്ടാകും, പങ്കുവെക്കണം. ഈ കോട്ടയത്തുള്ള പ്രിയ സഭാംഗങ്ങൾ ബ്രദറൻ ചരിത്രത്തിൽ, ക്രൈസ്തവ ചരിത്രത്തിൽ കോട്ടയത്ത് ധാരാളം സുവിശേഷ പ്രവർത്തകരെയും പ്രസംഗരെയും പ്രഭാഷകരെയും എഴുന്നേൽപ്പിച്ചു, ദൈവം എഴുന്നേൽപ്പിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. KG തോമസ് അപ്പച്ചൻ, KV സൈമൺ സാർ ഉൾപ്പെടെ KG തോമസ് അപ്പച്ചൻ, അമ്മൻസറിയാപ്പച്ചൻ ഒന്ന് ഓർത്തു നോക്കുക. അതേ പാതയാണ് നമ്മുടെ ജോൺ സെബാസ്റ്റ്യനും ജോൺ തോമസും ഒക്കെ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മളെ പ്രിൻ്റ് മീഡിയവും മറ്റ് മീഡിയകളും പരിമിതികളുണ്ടെങ്കിൽ ഇന്ന് സൈബർ പോസിബിലിറ്റീസ്, ഡിജിറ്റൽ സാധ്യതകൾ അപാരമാണല്ലേ. ഈ കർത്താവ് പറഞ്ഞ 24-ാം അധ്യായം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണ്. മത്തായി 24 കർത്താവ് പറഞ്ഞു, ലോകമെങ്ങും സുവിശേഷം എത്തിക്കും അല്ലേ. ലോകമെങ്ങും വിശേഷിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഡിജിറ്റൽ റവല്യൂഷൻ. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാറുള്ളത്, ലെറ്റ് us fill the cyber space with Christ and the Bible. സൈബർ സ്പേസ് അപാരമാണ്. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീക്ഷിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായിട്ട് പകരം ദൈവികമായ കാര്യങ്ങൾ കൊയ്യുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളരെ ഇത് പ്രഗത്ഭരാണ്. അപ്പോൾ എത്രയും വിപുലമായി നമുക്ക് ദൈവത്തിൻ്റെ വചനം ഈ സൈബർ ഡിജിറ്റൽ മീഡിയയിൽ ഉപയോഗിക്കണം. അതിന് ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, പ്രസിഡന്റ് ട്രംപിൻ്റെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ളത്, നമുക്ക് പറയുവാനുള്ളത്, ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പാരിൽ. നമ്മുടെ ശിഷ്ടങ്ങൾ, നമ്മുടെ സൗദി സഹോദരന്മാർ ജയിലിൽ കിടക്കാൻ ഓർപ്പിച്ചതുപോലെ 60,000-ലധികം വിശ്വാസികൾ മണിപ്പൂരിലുണ്ട്, അഭയാർത്ഥികളാണ്. നമുക്ക് സഹായം ആരുമില്ല. നമ്മുടെ സഹായം ഭൂമിയെയും ആകാശത്തെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവ്. ഞാൻ പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ട്, ഞാൻ കൈവിടുകയില്ല. കർത്താവ് അറിഞ്ഞു അനുവദിച്ചു. നമുക്കൊരു പ്രാർത്ഥനയുള്ളത്, കർത്താവേ, ഞങ്ങൾ കഴിഞ്ഞ 2000 വർഷം ഞങ്ങൾക്ക് ലഭിച്ചു, എന്നാൽ ആ 2000 വർഷങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല. ഒരു മലയാളികൾ ആദ്യമേ AD 52 അപ്പോസ്തലനായ തോമസ് അപ്പോസ്തലൻ ഇവിടേക്ക് വന്ന് 2000 വർഷം നമുക്ക് ലഭിച്ചു. നമ്മൾ പരാജയപ്പെട്ടു, മലയാളികൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് കർത്താവേ, ഒരവസരം കൂടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ശദ്രക്, മേശക്, അബേദ്നെഗോയുടെ ആ തീക്കുണ്ടത്തിൽ കർത്താവായ ക്രിസ്തു ഇറങ്ങി വന്നതുപോലെ കർത്താവെ അന്ന് ഇന്ത്യയിലേക്ക് ഇറങ്ങി വന്ന് അങ്ങയുടെ മക്കളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് ഒരവസരം, ഞങ്ങൾ ചെയ്യേണ്ടത് പലതും ചെയ്തിട്ടില്ല, ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഒരവസരം കൂടെ തന്നു. ഭാരതം മൊത്തം സുവിശേഷം എത്തിക്കുവാനുള്ള ഒരു വലിയ യജ്ഞം, നമുക്കതിനുള്ള ഒരവസരം കൂടെ തരണമേ. നമുക്ക് കേണപേക്ഷിക്കാം. പ്രാർത്ഥന കണ്ണുനീരിൽ വിതയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഇന്നൊരല്പം ചർച്ചയായിട്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത്, പ്രവചന വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ മുഴങ്ങിച്ചെന്നിരിക്കുന്ന ഒരു സഭയാണ് പുതുപ്പള്ളി അസംബ്ലി എന്ന് എനിക്കറിയാം. നമുക്ക് ചോദ്യോത്തരവും ചർച്ചയൊക്കെയാണ്. എന്തിനാ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനാ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്? പാർപ്പിനായിട്ട്. അതെ, പാർക്കുകയും വേണം. വേറൊന്നും കാര്യം കൂടെ ചെയ്യണം. നമുക്കൊന്ന് വായിക്കാം. ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 30 പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം, 31-28. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. എന്താ ഉദ്ദേശം? വാഴുവീൻ. ഭൂമിയെ വാഴാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലേ. ഹാവ് ഡൊമിനിയൻ, ടു ഗവേൺ. ആ വാക്ക്, ആധുനിക വാക്കിൽ ടു ഗവേൺ, ഭരണമാണ്. അതിനുശേഷം
ഏദൻ തോട്ടത്തിൽ വരെ ആക്കി അതിനെ സംരക്ഷിക്കണം, സൂക്ഷിക്കണം, അതിനെ സമ്പൽ സമൃദ്ധമാക്കണം. ഏദൻ തോട്ടമാണ് ദൈവം സൃഷ്ടിച്ച ഭൂമി. ലോകം മൊത്തം ഏദൻ കോഷ്ടമാണ്. എയർ കണ്ടീഷൻഡ് ആയിരുന്നു, ഒന്നും മഴയില്ലായിരുന്നു, ഫലഭൂയിഷ്ടമായിരുന്നു. വാഴേണ്ടവൻ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ഇന്ന് ഏദൻ തോട്ടത്തിന് സമൃദ്ധി ഇവിടെ ഇല്ല? നമുക്ക് തന്നെ അറിയാം. അപ്പൊ നമ്മെ ഗോഡ് ഹാസ് ഇന്റൻഡഡ് us to rule the world. നമ്മളെ ലോകത്തിലെ പരിപാലിക്കുന്നവരായിട്ട്, ഭരിക്കുന്നവരായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ എന്തു പറ്റി? നമുക്ക് 3-ാം അധ്യായം വായിക്കാം. 3-ാം അധ്യായത്തിന് നോക്കാം, 15-ാം വാക്യം. 3:15 അല്ല, 3:24 വായിച്ചേ. 3:24. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. 23 അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അപ്പൊ വാഴേണ്ടവൻ വീണു. പക്ഷേ ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതിക്ക് കോട്ടം സംഭവിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് ആത്യന്തിക പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ കർത്തൃത്വത്തിൽ, യഹോവയുടെ അധികാരത്തിന്റെ കീഴിൽ ലോകം ഭരിക്കപ്പെടണം. അതിന് മനുഷ്യന്, ആദമിനെ അവയെ ഉണ്ടാക്കി, മനുഷ്യനെ ഉണ്ടാക്കി. അവൻ അമ്പയെ പരാജയപ്പെട്ട അനുസരണക്കേട്. പക്ഷേ ദൈവം പദ്ധതി അന്ന് തന്നെ ഇട്ടു. 3:15 വായിച്ചു. 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇതാണ് ചരിത്രം. അപ്പം മനുഷ്യന് വാഴാൻ വേണ്ടി പറഞ്ഞത്, അവൻ വീണത് കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വ്യത്യാസമില്ല. അത് സംഭവിച്ചേ മതിയാവൂ. ദൈവിക ഭരണം ഈ ലോകത്തിൽ വന്നേ മതിയാവൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരാൾ വരും. ദൈവപുത്രൻ വരേണ്ടതായിട്ടുണ്ട്, സ്ത്രീയുടെ സന്തതി. അപ്പൊ 3 വാക്കുകളിൽ ലോകത്തിന്റെ ചരിത്രം നമുക്ക് സംക്ഷിപ്തമായി പറയാൻ കഴിയും. 3 വാക്കുകൾ. ഒന്ന്, ക്രിയേഷൻ ഓർ ജനറേഷൻ, ഡീജനറേഷൻ ആൻഡ് റീജനറേഷൻ. സൃഷ്ടി, ഉൽപ്പത്തി, വീഴ്ച, വീണ്ടെടുപ്പ്. ഇതാണ് 3 വാക്കുകൾ. ലോക ചരിത്രം മൊത്തം ഈ 3 വാക്കിൽ നമുക്ക് സംക്ഷിപ്തമാക്കാം. ജനറേഷൻ, ഡീജനറേഷൻ, റീജനറേഷൻ. അതാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ച് എല്ലാം അവന് നൽകി, സകല സൗകര്യങ്ങളും നൽകി, സമ്പൽ സമൃദ്ധി നൽകി. എന്നാൽ അത് അനുഭവിക്കാൻ അവൻ കർമ്മമില്ലാതായിപ്പോയി. അവൻ അത് അമ്പെ പരാജയപ്പെട്ടു. എന്നാൽ അവനെ വീണ്ടെടുക്കണം. അപ്പം ഈ ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ചരിത്രം. ഇറ്റ്സ് എ ബയോഗ്രഫി ഓഫ് ഹ്യൂമാനിറ്റി. ബയോഗ്രഫി ഓഫ് ഹ്യൂമാനിറ്റി. അതിൽ മനുഷ്യന്റെ ഉൽപ്പത്തി, വീഴ്ചയും വീണ്ടെടുപ്പുമാണ്. പ്രധാനമായിട്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പാണ്. അപ്പൊ സ്ത്രീയുടെ സന്തതി. അപ്പൊ ഭരണം നഷ്ടപ്പെട്ടല്ലോ. ഭരണം നഷ്ടപ്പെട്ടെങ്കിൽ എങ്ങനെ സ്ത്രീയുടെ സന്തതി വരാനോ? സ്ത്രീയുടെ സന്തതി വന്നേ മതിയാവും. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഉൽപ്പത്തി 12 അധ്യായങ്ങളിൽ കാണാൻ കഴിയുന്നത് ക്രിയേഷൻ, കറപ്ഷൻ, കണ്ടംനേഷൻ ആൻഡ് കൺഫ്യൂഷൻ. അതെ, ആദ്യത്തെ 1-2 അധ്യായങ്ങളും കാണാൻ കഴിയുന്നത് ക്രിയേഷനാണ്, കർത്താവിന്റെ ഉൽപ്പത്തിയാണ്, കർത്താവിന്റെ സൃഷ്ടിയാണ്. 1-2. 3 മുതൽ 5 വരെ കറപ്ഷനാണ്, മനുഷ്യന്റെ വീഴ്ചയാണ്. 6-7 അധ്യായങ്ങളിൽ കണ്ടംനേഷൻ, ജലപ്രളയം വരുന്നു, മനുഷ്യനെ ദൈവം അവനെ ശാപത്തിന് അടിമയാക്കി അവിടെ നിന്ന് തുടച്ചു മാറ്റുന്നു. 10-11 വീണ്ടും നാം കാണുന്നത് കൺഫ്യൂഷനാണ്, ക്രമം മാറുകയാണ്, അവ പഴയ തകരാറാണ്, കലാപമാണ്. അപ്പോൾ 10-11 അധ്യായങ്ങൾ, 11-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഉൽപ്പത്തി 11 മനുഷ്യൻ എന്താ പറഞ്ഞത്? യു ബിൽഡ് എ ടവർ, നമുക്കൊരു പട്ടണം ഉണ്ടാക്കാം, നമുക്ക് ഒന്നിച്ചിരിക്കാം. എന്നാൽ ദൈവം അത് മാറ്റി. ദൈവത്തിന് തൻ്റെ പദ്ധതിയുണ്ട്, മനുഷ്യൻ്റെ ഇച്ഛ പോലല്ല. അതിനുശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുന്നത് മനുഷ്യൻ്റെ പ്രാപഞ്ചികമായ യാത്രയാണ്. ഷേം ഹാം യാഫേത്തിൽ നിന്ന് 19 കാണുന്നത് ലോകത്തിലെ സകല മനുഷ്യരുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന 820 കോടി ജനങ്ങളും ഇന്ത്യയിലെ 145 കോടി ജനങ്ങളും എവിടെ നിന്നാവുന്നത്? ഷേം ഹാം യാഫേത്തിന്റെ മക്കൾ. വി ആർ ഓൾ കസിൻസ് അല്ലേ? നമ്മളെല്ലാവരും ഷേം ഹാം യാഫേത്തിന്റെ മക്കളാണ്. റൊമീല താപ്പർ എന്ന് പറയുന്ന ഒരു വലിയ ഇന്ത്യൻ ചരിത്രകാരിയുണ്ട്, ജെ.എൻ.യുവിലെ പ്രൊഫസറായിട്ട്. അത് അവർ എഴുതിയിട്ടുണ്ട്, ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി.
അതിലെ ആ സ്ത്രീ സ്കോളർ എഴുതിയിരിക്കുന്നത് ഇന്ത്യക്കാരായവരെ നോഹയുടെ മക്കളായ ഷേം ഹാം യാഫേത്തിന്റെ മക്കളാണെന്നാണ് നാം വിശ്വസിക്കുന്നത് എന്നാണ്. അതാണ് ബൈബിളും പറയുന്നത്. എന്നാൽ രാജീവ് മൽഹോത്ര എന്ന് പറയുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുണ്ട്, വലിയൊരു ഹിന്ദുവാദിയാണ്. അദ്ദേഹം പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 12 അധ്യായം നിങ്ങൾ വായിക്കരുതാണ്. ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച്, ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച് ബൈബിൾ അടിസ്ഥാനമായി തുടങ്ങിയ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് പ്രൊഫസറായിരിക്കുന്ന, ഞാൻ കഴിഞ്ഞ മാസം അവിടെ പോയിരുന്നു, പ്രൊഫസറായിരിക്കുന്ന രാജീവ് മൽഹോത്ര ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബ്രേക്കിംഗ് ഇന്ത്യ. ഇന്ത്യയെ തടച്ചവർ, നശിപ്പിച്ചവർ. അതിൽ വിശാൽ മംഗൽവാടി, വില്യം കേരിയുടെ ഒക്കെ ഞങ്ങളുടെയൊക്കെ പേരുണ്ട്. ഞങ്ങളൊക്കെ ഈ ഭാരതത്തെ നശിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുവിശേഷന്മാർ. എന്നാൽ ബൈബിൾ ആണ് ഇതിൻ്റെ എല്ലാ ഉത്തമമായ എല്ലാവിധമായ ഉന്നമനത്തിനും കാരണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വി ഡിഡ്ന്റ് ബ്രേക്ക് ഇന്ത്യ, വി ഓൺലി മെയ്ഡ് ഇന്ത്യ. രാജീവ് മൽഹോത്ര പറയുന്ന ആദ്യത്തെ 12 അധ്യായം വായിക്കരുത്. നമ്മുടെ പല കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. ക്രിയേഷൻ. ഈയിടെ ഞാൻ വളരെ സങ്കടത്തോട് പറയട്ടെ, ഒരു അമേരിക്കയിലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഗൾഫിൽ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു യുവാവ്, എന്നെ ലഞ്ചിന് വിളിച്ചു. ആ വീട്ടിൽ ആ പിതാവ്, ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് താൻ കരയാണ്. ഞങ്ങൾ ചെന്ന് പറ്റി, അങ്കിൾ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചാണല്ലോ ഈ മോനെ. ഇന്ന് അവൻ കോളേജിൽ വന്നു, അമേരിക്കയിൽ കോളേജിൽ പോയി. He doesn't believe in creation, he is evolution. സൃഷ്ടിപ്പിൽ, ബൈബിൾ പറയുന്ന സൃഷ്ടിപ്പിൽ അവൻ വിശ്വസിക്കുന്നില്ല. അവൻ പരിണാമ സിദ്ധാന്തമാണ് വിശ്വസിക്കുന്നത്. എന്താ പരിണാമ സിദ്ധാന്തം? ഡാർവിൻ്റെ മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? കുരങ്ങാണ്. അപ്പം ഡാർവിൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു കുരങ്ങാണ്, ഇല്ലയോ? എന്നാൽ ആ ഡാർവിൻ ഒരു കുരങ്ങിനെ സൃഷ്ടിക്കാൻ കഴിയില്ല, അസംബന്ധം. ഇതൊന്നും ശാസ്ത്രമല്ല. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഇങ്ങനെയുള്ള സ്ഥിതിയിലേക്ക് മാറുകയാണ്. എന്തുകൊണ്ട്? നാം വചനം പഠിച്ച് മനസ്സിലാക്കുന്നില്ല. ഇത് ചരിത്ര പുസ്തകമായി നാം കാണുന്നില്ല. ചരിത്രത്തിൽ ലോകത്തിലെ സകല ജനത്തെയും പറ്റി ദൈവത്തിന് വലിയ മഹാപദ്ധതി ഉണ്ടെന്നുള്ളത് നാം ഉൾക്കൊള്ളുന്നില്ല. നമ്മുടെ വിശ്വാസം, നമ്മൾ ഓരോരുത്തരും വി ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി യൂണിവേഴ്സൽ മാസ്റ്റർ പ്ലാൻ ഓഫ് ഗോഡ്. അത് ചിന്തിക്കാത്തതുകൊണ്ടാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനമേ. ദിസ് ഈസ് ഗോഡ്സ് വോയിസ് ഇൻ മാൻസ് വൊക്കാബുലറി. മനുഷ്യന്റെ വാക്കിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വാണിയാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്, മാറ്റമില്ലാത്തത്. ദ ഇൻഫാലിബിൾ, ഇൻസ്പയർഡ്, ഇൻഫാലിബിൾ, ഇന്നറന്റ് വേർഡ് ഓഫ് ഗോഡ്. മാറ്റമില്ലാത്ത വചനം. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ആ വചനം നാം ഉൾക്കൊള്ളണം. ഇന്ന് നമ്മുടെ സഭകൾക്ക് പറ്റിയത്, മറ്റുള്ളവർക്ക് പറ്റിയതാണ്. ഈ ദൈവവചനത്തെ നാം കുറേയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാകുന്നില്ല. ഏത് വിഷയത്തെയും വി ഷുഡ് ഹാവ് എ ബിബ്ലിക്കൽ വേൾഡ് വ്യൂ. ഒരു ബൈബിളിക വീക്ഷണം നമുക്കുണ്ടായിരിക്കണം. അതുണ്ടാകാതെ പോകുന്നു. നമ്മുടെ പണത്തോടുള്ള ബന്ധത്തിൽ, സമയത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളുള്ള ബന്ധത്തിൽ ഒരു ബൈബിളിക വീക്ഷണം ഉണ്ടാകണം. ബൈബിൾ എന്ന് പറയുന്നു, കർത്താവ് എന്ന് പറയുന്നു. ഓരോ തീരുമാനമെടുക്കുമ്പോൾ നമുക്കത് അങ്ങനെ നാം ചെയ്യേണ്ടതായിട്ട്, എങ്കിൽ നാം വിജയം പ്രാപിക്കുന്നതിന് സംശയമില്ല. അപ്പോൾ ദൈവം എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത്? ഇവിടം പാലിക്കുവാനാണ്, ഇവിടം ഭരിക്കുവാനാണ്. പരാജയപ്പെട്ടു. പക്ഷേ തീയുടെ സന്തതിയായിട്ട് ഒരാൾ ജനിക്കണം. ജനിച്ചോ? ആ ഉൽപ്പത്തി 10ഉം 11ഉം അധ്യായങ്ങൾ കാണുന്നത് 8-9 രാജ്യങ്ങളെയാണ്, അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളെയാണ്. ഒന്നാമത് കനാന്യജാതി, കനനൈറ്റ്സ്. 9 രാഷ്ട്രങ്ങൾ. ശ്രദ്ധിക്കുക, 9 രാഷ്ട്രങ്ങൾ ഇവിടെ ഉണ്ടായി. കനാന്യനിൽ തന്നെ ഫിനീഷ്യൻസ് ഉണ്ടായിരുന്നു, ഫിലിസ്റ്റൈൻസ് ഉണ്ടായിരുന്നു, അമറൈറ്റ്സ് ഉണ്ടായിരുന്നു, ഹിവൈറ്റ്സ് ഉണ്ടായിരുന്നു, ഹിത്തൈറ്റ്സ് ഉണ്ടായിരുന്നു. 9 ചെറിയ രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. ഈ കനാന്യ ഗോത്രങ്ങളിൽ പോലും, കനാന്യ രാഷ്ട്രത്തിൽ ആ സ്ത്രീയുടെ സന്തതി ഉണ്ടായിട്ടില്ല, കാണുന്നില്ല. അതിനുശേഷം വരുന്നത് സുമേരിയൻസ് ആൻഡ് അക്കേഡിയൻസ്. സുമേരിയൻ, അക്കേഡിയൻ ഭരണകാര്യത്തും ആ ഗോത്രത്തിലും നാം ആ സ്ത്രീയുടെ സന്ധിയെ കാണുന്നില്ല. സുമേരിയൻ അക്കേഡിയത്തിന് ശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് അസീരിയൻസ് ആണ്. ആ അസീരിയൻസിലും സുമേരിയൻ ഫിലിസ്റ്റൈൻസിനെ കാണാം. ഫിലിസ്റ്റൈൻ സാമ്രാജ്യത്തിലും സ്ത്രീയുടെ സന്തതിയില്ല. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈജിപ്ഷ്യൻസിനാണ്. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ത്രീയുടെ സന്തതി വന്നില്ല. അതിനുശേഷം ബാബിലോണിയൻസ് വന്നു, അവിടെയില്ല. അസീരിയൻസ് വന്നു, അവിടെയില്ല. പേർഷ്യൻസ് വന്നു, അവിടെ ഉണ്ടായില്ല. ഗ്രീക്കുകാർ വന്നു, അവിടെയില്ലായിരുന്നു. റോമാക്കാർ വന്നു, അവിടെയും സ്ത്രീയുടെ സന്തതി ഇല്ല. സ്ത്രീ സന്തതി ജയിച്ചോ? ഇല്ല.
അവിടെ എങ്ങുമില്ല. എന്നാൽ സ്ത്രീ സന്തതി എവിടെയാണുള്ളത്? നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12 1 വാക്യം വായിച്ച്. ഉൽപ്പത്തി 12:1. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. മതി മതി മതി. അടുത്ത വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അടുത്ത വാക്യം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വാ, എന്തൊരു മനോഹരം! അവിടെ ഇതാ ഈ 9 രാഷ്ട്രങ്ങളിലും സ്ത്രീയുടെ സന്തതി ജനിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ പദ്ധതി 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്താണ്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്. അവിടെയാണ്. അപ്പൊ സ്ത്രീയുടെ സന്തതി വന്നെങ്കിലേ ലോകം മൊത്തം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. സ്ത്രീയുടെ സന്തതി മുഖാന്തരമാണ് ലോകത്തിന്റെ വീണ്ടെടുപ്പുള്ളത്. വീണ മനുഷ്യനെ വാഴാണ്ടുവാൻ വേണ്ടി വീണ്ടും ആക്കുന്നതിന് വേണ്ടി സ്ത്രീയുടെ സന്തതി വന്നേ മതിയാവും. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വീണ്ടെടുപ്പില്ല. ശ്രദ്ധിക്കുക, ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇത് ഞായറാഴ്ച വായിക്കാൻ ഒരു റിലീജിയസ് ബുക്ക് അല്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ ദൈവം തന്റെ ആഗോള പദ്ധതിയുടെ ഭാഗമായി ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നു. ഇറാഖിൽ നിന്ന്, ഊരിൽ നിന്ന് ഒരു അബ്രഹാമിനെ വയ്ക്കുന്നു. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന് പറയുന്നു, നിന്നെ ഞാൻ പേര് മാറ്റും, ഇസ്രായേലിനാക്കും. അപ്പോൾ അതെങ്ങനെയാ സ്ത്രീയുടെ സന്തതി വരുന്നത്? ഇനി വായിക്കുക. മത്തായി സുവിശേഷം 1:1. മത്തായി 1:1. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. മതി മതി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുവിന്റെ വംശാവലി. അതെങ്ങനെയാ? മനസ്സിലായല്ലോ. അപ്പോ ഉൽപ്പത്തി 12 മുതൽ മലാക്കി 4-ാം അധ്യായം വരെ എന്താ കാണുന്നത്? ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം. അവരുടെ ജയവും അപജയവുമാണ്. അവരുടെ രാജാവായി, അവരുടെ അധിപനായി, സൈന്യങ്ങളുടെ യഹോവയായി ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ അവർ അവനെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ സന്തതി ഈ 9 രാഷ്ട്രങ്ങളില്ലാതിരുന്നത് 10-ാം രാഷ്ട്രമായ ഇസ്രായേൽ നാം കാണുകയാണ്. അപ്പോ ദാവീദ് രാജാവായിട്ട് വന്നു. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വരും. അപ്പോ ഈ 66 പുസ്തകങ്ങളിലും കേന്ദ്ര വിഷയം വീണ്ടെടുപ്പുകാരനാണ്. ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്, ദ സെൻട്രൽ തീം ഓഫ് ദ ബൈബിൾ ഈസ് ക്രൈസ്റ്റ് ജീസസ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം, ഒന്നുകൂടെ ഉരുവിടെ നിന്നേ ഉള്ളൂ. ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് ദി പ്രിപ്പറേഷൻ ഓഫ് ദി കമ്മിങ് ഓഫ് ദി സീഡ് ഓഫ് ദ വുമൺ. ഈ സ്ത്രീയുടെ സന്തതിയുടെ രക്ഷകന്റെ യേശു ക്രിസ്തുവിന്റെ തന്റെ പ്രിപ്പറേഷനാണ്, തന്റെ ഒരുക്കമാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമം 39 പുസ്തകം. ഗോസ്പെൽസ് ആർ ദി പ്രസന്റേഷൻ ഓഫ് ദിസ് മെസ്സായ, ദിസ് റെഡീമർ. സുവിശേഷങ്ങൾ തന്നെ അവതരിപ്പിക്കുകയാണ്. എപ്പിസിൽസ് ആർ ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ഈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ മെസ്സായ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, മെസ്സിയ വീണ്ടെടുപ്പുകാരെ കുറിച്ചുള്ള വിളംബരമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. തന്നെ കുറിച്ചുള്ള പ്രഘോഷണമാണ് കാണുന്നത്. എപ്പിസിൽസ് ആർ ദി എക്സ്പ്ലനേഷൻ ഓഫ് ദ മെസ്സായ. എപ്പിസിൽസ്, ലേഖനങ്ങളിൽ ഈ മെസ്സായെ പറ്റിയുള്ള, യേശുവിനെ പറ്റിയുള്ള, സ്ത്രീയുടെ സന്തതിയെ പറ്റിയുള്ള വിശദീകരണം കാണുന്നുണ്ട്. ആൻഡ് റെവലേഷൻ ഈസ് ദ കൺസ്യൂമേഷൻ ഓഫ് ദ കമ്മിങ് ഓഫ് ദ മെസ്സായ. അപ്പോ യേശുക്രിസ്തുവിന്റെ രാജഭാരം, രാജ്യം ഭരിക്കുന്ന വീണ ആ അധികാരം ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. എന്ത് അച്ചുതായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഉൽപ്പത്തി ആദ്യത്തെ 12 അധ്യായങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം കാണുന്ന ഇസ്രായേൽ ചരിത്രം, അത് വായിച്ചാലും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ വിജയവും പരാജയവുമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് എങ്ങനെ 33 വർഷം താൻ ഇവിടെ ജീവിച്ചു എന്നുള്ളതിൻ്റെ അല്പമായ കാര്യങ്ങളും പിന്നീട് താൻ വരുന്ന കാര്യങ്ങളുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ബൈബിൾ മൊത്തം നമുക്ക് ധാരാളം നമുക്ക് പ്രവചന വിഷയങ്ങൾ കാണുവാൻ കഴിയും. പ്രവചനത്തിന്റെ ഒരു കൂട്ട് തന്നെയാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. ഈ ദൈവത്തിന്റെ ആഗോള പദ്ധതി നമ്മൾ ബൈബിൾ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് 6, 7, 8 സ്റ്റേജസ് ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 7, 8 സ്റ്റേജസ്.
ആദ്യത്തേതിന് നിഷ്പാപയുഗം എന്ന് പറയാറുണ്ട്. ദി ഏജസ് ഓഫ് ദിസ് വേൾഡ്. നിഷ്പാപയുഗം അല്ലേ? ഏജ് ഓഫ് ഇന്നസെൻസ്, മനുഷ്യൻ പാപം ചെയ്യാതിരുന്നത്. പിന്നെന്താ? നിഷ്പാപയുഗത്തിന് ശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏജ് ഓഫ് കോൺഷ്യൻസ്. മനുഷ്യനെ വീണ്ടു കഴിഞ്ഞപ്പോൾ നിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് നിന്റെ മനസ്സാക്ഷി ജീവിക്കാൻ പറഞ്ഞു. അവിടെയും മനുഷ്യൻ പരാജയപ്പെട്ടു. പിന്നെന്താ നടന്നത്? അതിനുശേഷം നാം കാണുന്നത് പെട്രിയാർക്സ് കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഉൽപ്പത്തി 12 മുതൽ അബ്രഹാം മുതൽ ഗോത്രപിതാക്കന്മാരുടെ ഭരണമാണ് കാണുന്നത്. അപ്പം മനസാക്ഷി യുഗത്തിലും പെട്രിയാർക്സിന്റെ യുഗത്തിലും മനുഷ്യൻ പരാജയപ്പെട്ടപ്പോൾ, ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാതിരുന്നപ്പോൾ ദൈവം അവനെ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എവിടെ നിന്ന്? മോശെ മുഖാന്തരം. സോ ദെൻ ബിക്കംസ് ദി ഏജ് ഓഫ് ലോ, നിയമത്തിന്റെ ഏജ് ഓഫ് ഇന്നസെൻസ്, ഏജ് ഓഫ് കോൺഷ്യൻസ്, ഏജ് ഓഫ് പെട്രിയാർക്സ്, ഏജ് ഓഫ് ലോ. 400 വർഷം ദൈവം ഇടപെടാതിരുന്നു ഈജിപ്തിൽ. അതിനുശേഷം ദൈവം മോശയെ വിളിക്കാണ്. ആ മലാക്കി അവസ്ഥ 4-ാം അധ്യായം വരെ ഏജ് ഓഫ് ലോയാണ്. എന്നാൽ ആ നിയമത്തിന്റെ മാനുഷികമായ ദൈവം കൊടുത്ത ആ കൽപ്പനയുടെ അടിയിൽ കഴിയേണ്ട മനുഷ്യൻ അവിടെ പരാജയപ്പെട്ടപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏജ് ഓഫ് ഗ്രേസ് ബിഗാൻ. എന്താ നാം തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, ആ കൃപ നമ്മെ വഴി നടത്തണം, ആ കൃപയിൽ ആശ്രയിച്ചാൽ കർത്താവിന്റെ 2ാമത്തെ വരവും. അതാണ്. അപ്പം ആ കൃപയുടെ യുഗമാണ്, ആ ഏജ് ഓഫ് ഗ്രേസ് ആണ്. ഇപ്പോ AD 33 മുതൽ അല്ല, പിന്നീട് പരിശുദ്ധാത്മാവ് വന്ന ആ പെന്തക്കോസ്ത് നാൾ മുതൽ ഏജ് ഓഫ് ഗ്രേസ് ആണ്. മറ്റൊരുത്തിനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ സുവിശേഷം എത്തുകയാണ്. അപ്പോ ആ മാളിക മുറിയിൽ അന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നാം ഇന്ന് 2025 കാണുകയാണ്. ഏജ് ഓഫ് ഗ്രേസ്. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത്? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അതാണ് അല്പനേരം നാം ചിന്തിക്കാൻ പോകുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം, ഒന്ന് ചിന്തിക്കാം. രാഷ്ട്രങ്ങൾ പല രീതിയിൽ പ്രതികരിച്ചു. ആരോട്? ഇസ്രായേലിനോട്. ലോക ചരിത്രം നാം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഇടപെടലുകൾ, നിയന്ത്രണങ്ങളെല്ലാം ഇസ്രായേലിനോട് മറ്റു ജാതികളായ യഹൂദേതര ആൾക്കാർ എങ്ങനെ സമീപിച്ചു, എങ്ങനെ പെരുമാറി എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഇന്ന് മോദിയെ ഇവിടെ വെച്ചിരിക്കുന്നതിന്റെ ഒരു കാരണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുള്ളതാണ്. എന്തുകൊണ്ട് ട്രംപിനെ ദൈവം വീണ്ടും കൊണ്ടുവന്നുള്ളത് ഇസ്രായേലിനുള്ള ബന്ധത്തിലാണ്. നാം വളരെ സൂക്ഷിക്കണം. അപ്പോൾ ലോക ചരിത്രത്തിലെ എല്ലാ അനുദിന സംഭവങ്ങളും നാം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ കാണണമെന്നില്ല. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ നാം വീക്ഷിക്കുമ്പോൾ നമുക്ക് ഒരു പഠനത്തിലേക്ക് നീങ്ങുവാൻ കഴിയും. ലോകത്തിൽ എങ്ങനെ ദൈവം ഇടപെടുന്നു, രാഷ്ട്രീയമായ മീമാംസകളിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ എങ്ങനെ, ഇതെല്ലാം നമ്മുടെ കർത്താവിന്റെ 2ാമത്തെ വരവിനോടുള്ള ലക്ഷ്യത്തിലാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ എന്താ പറയുക? ഞാൻ വീണ്ടും വരും, ഞാൻ പോകുന്നു. അതാണ്. അപ്പോ കർത്താവിന്റെ അഡ്വന്റ് 2ആണ്. ഒന്ന്, കർത്താവ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നു. ഇനിയും കർത്താവ് വീണ്ടും നമ്മുടെ ഇവിടുത്തെ രാജ്യഭാരം ഏറ്റെടുക്കാൻ വരികയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ ദൈവം എന്തിനാ ഇവിടെ ആക്കിയത്? ഇവിടെ ഭരിക്കാനാണ്. എങ്ങനെയാ ഭരണം തുടങ്ങുന്നത്? എന്നാ ദൈവത്തിന്റെ ഭരണം ഇന്നുണ്ടോ? നമുക്ക് മർക്കോസ് സുവിശേഷം ഒന്ന് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. ഇല്ല, മർക്കോസിന്റെ 1. മർക്കോസിന്റെ 1:14. മർക്കോസ് 1:14 വായിച്ചു. എന്നാൽ യോഹന്നാൻ തടവിലായപ്പോൾ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാ ദൈവരാജ്യം തുടങ്ങുന്നത്? അപ്പൊ എൻ്റെ ഇവിടുത്തെ ചോദ്യം, കർത്താവ് ഇവിടെ വന്നത് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കൊണ്ട് മാത്രമാണോ? ആണ്, ടു ആൻ എക്സ്റ്റെന്റ്. സ്വർഗത്തിൽ നാം പോകും. എന്നാൽ സ്വർഗത്തിൽ പോകുന്ന ഒരു കാര്യം ഒരു
ചില ഘട്ടങ്ങളായിട്ട് നാം കാണുവാൻ കഴിയും. ദൈവം കർത്താവ് ഇവിടേക്ക് വന്നത് ഈ ലോകത്തിലെ ഭരണം ഏറ്റെടുക്കുവാനാണ്. ആ ഭരണത്തിന്റെ കൂടത്തിൽ നമ്മൾ ഭരിക്കുന്നവരാണ്. അതാണ് എൻ്റെ ഇന്നത്തെ ചർച്ചാ വിഷയം. അതാണ്. അപ്പൊ ദൈവരാജ്യം എങ്ങനെയാണ് തുടങ്ങിയത്? കർത്താവ് യേശുക്രിസ്തു താൻ ഈ ഭൂമിയിൽ നിന്ന് ആദ്യത്തെ പ്രസംഗം പറഞ്ഞു, ദൈവരാജ്യം എൻ്റെ ഭരണം ഇവിടെ ആയിക്കഴിഞ്ഞിരിക്കും. അതെങ്ങനെയാണ്? ഇപ്പൊ ദൈവത്തിന്റെ ഭരണമാണോ? ആണോ? അതെവിടെയാ? എന്നിലും നിങ്ങളിലും. എന്ന് ഞാൻ യേശു കർത്താവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു, അന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവഭരണമായി കഴിഞ്ഞു. കർത്താവ് എന്ന രാജാവിന്റെ ഭരണം എൻ്റെ ഹൃദയത്തിലായി കഴിഞ്ഞു. എന്നിട്ട് അങ്ങനെയുള്ളവർ നമ്മളെല്ല പുതുപ്പള്ളി സഭ, കർത്താവിന്റെ ഒറ്റ സഭ. ഇന്ന് കർത്താവിന്റെ ഭരണം നടക്കേണ്ടത് തൻ്റെ സഭയിലാണ്. ഒറ്റ സഭയേ ഉള്ളൂ. രക്ഷിക്കപ്പെടുന്നവരെ ദൈവം കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ സഭ ആരാ? ആ സഭയാണ് ഇവിടെ ഭരിക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല ലോകം ഭരിക്കേണ്ടത്. ഈ സഭയാണ് ഭരിക്കേണ്ടത്. എന്നാൽ ഈ സഭ ഭരിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണം വേണം. നമുക്കൊരു മല്ലുണ്ട്, ഒരു യുദ്ധമുണ്ട്. ഇവിടെ ബാറ്റിൽ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച കാണിച്ചല്ലോ പുസ്തകം, ബൈബിൾ കത്തിച്ച ബൈബിള്. ഇറ്റ്സ് എ ബാറ്റിൽ അഗൈൻസ്റ്റ് ദ ബൈബിൾ ആൻഡ് ബാറ്റിൽ അഗൈൻസ്റ്റ് ദ ബൈബിൾ പീപ്പിൾ, ബാറ്റിൽ അഗൈൻസ്റ്റ് ദ ബൈബിൾ ചർച്ച്. തന്റെ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന വലിയ പൈശാചിക ശക്തിയാണുള്ളത്. അതിനെതിരായിട്ട് താൻ നിന്നേ മതിയാകും. അപ്പോൾ ആ സഭ എന്ത് ചെയ്യും? കർത്താവിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ ഭരണം ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ നാം പ്രദർശിപ്പിക്കുന്നത്? രണ്ട് കാര്യത്തിൽ. ഒന്ന്, ഭൂമിയുടെ ഉപ്പായിട്ട് അത് നാം കാണിക്കണം, അല്ലേ? ഇവിടെ ഈ ഭൂമിയുടെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ നമ്മിൽ നിന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ ദൈവരാജ്യത്തിന്റെ സ്വഭാവങ്ങൾ ഇന്ന് സഭയിൽ കൂടെ സമൂഹത്തിൽ കാണും. ഉപ്പായിട്ട് വെളിച്ചൂടെ അന്ധകാരമാണ്, അന്ധവിശ്വാസമാണ്, അസത്യമാണ്. അതിന്റെ ഒക്കെ മധ്യത്തിൽ പ്രകാശമായി കർത്താവിന്റെ സ്വഭാവം നമ്മൾ ഉരുത്തിരിഞ്ഞ സമൂഹത്തിൽ നന്മ പകരുന്നവരായിരിക്കണം. ഗലാത്യ ലേഖനത്തില് പൗലോസ് പറഞ്ഞല്ലോ, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, അല്ലേ? കണ്ടിന്യൂ. അവിടെയാണ് ദൈവരാജ്യത്തിന്റെ സ്വഭാവം നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയും. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ സഭ അനേകരെ കർത്താവിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അനേക ലക്ഷങ്ങളെ യേശുക്രിസ്തുവിനെ സുവിശേഷത്താൽ നാം കൊണ്ടുവന്നു കഴിയുമ്പോൾ ഒരു നാൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി ഏറ്റവും ഒടുക്കം സംഭവിക്കാൻ പോകുന്നത് കർത്താവിന്റെ വരവാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ എന്താ പറഞ്ഞത്? 4-ാം അധ്യായത്തിൽ പറയുന്നത്, by the revelation of God I tell you that there is a return of Christ. കർത്താവ് വരും. When he returns in the midday, what will happen? കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച, dead in Christ shall rise. Those who are alive in Christ shall be raptured. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ഉത്പ്രാവണം പ്രാപിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവരും ഉത്പ്രാവണം പ്രാപിച്ചവരും ഒന്നിച്ച് കർത്താവിനെ നാം കണ്ടുമുട്ടുന്നു. അവിടെ നാം ഏകദേശം 7 വർഷമായിരിക്കും അന്നിവിടെ അന്ത്യക്രിസ്തു ഭരിക്കുക. ആ അന്ത്യക്രിസ്തുവിന്റെ ഭരണസമയത്ത് അതിനു മുമ്പ് നാം എടുക്കപ്പെടുമെന്നാണ് നാം വിശ്വസിക്കുന്നത്. പല തിയറീസ് ഉണ്ടാകുന്ന അതിൽ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള കാലമായോ കർത്താവിന്റെ വരവ് സമയമായി. ഇന്ന് നാം കാണുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാമുദായിക വ്യതിയാനങ്ങൾ, വിപ്ലവങ്ങൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. വി ആർ സോ നിയർ ടു ദ റാപ്ചർ ഓഫ് ദി ചർച്ച്. അതാണ് നാം മനസ്സിലാക്കുന്നത്. സഭയുടെ ഉത്പ്രാവണത്തിന് സമയമായിരിക്കുന്നു. ഇനി ഒന്നും സംഭവിക്കാനില്ല. ഞാൻ വിശദമായിട്ട് ഈ പുസ്തകം എഴുതിയത് തന്നെയാണ്. ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. 400 പേജ് എഴുതി. കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. ഒരു പത്രപ്രവർത്തന എന്ന നിലയിൽ, ഒരു മിഡിൽ ഈസ്റ്റ് പത്രപ്രവർത്തന എന്ന നിലയിൽ ഞാൻ ഇതിനെ വിശദമായിട്ട് വിശകലനം ചെയ്യുന്നു. എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നത്തിങ് എൽസ് മാറ്റേഴ്സ്. നമ്മുടെ കർത്താവ് വരും, പ്രത്യാശം വരാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളുമായി വേൾഡ് ഈസ് മൂവിങ് ടുവേർഡ്സ് 3-4 3 കാര്യങ്ങൾ വൺ വേൾഡ് ഗവൺമെന്റിലേക്ക് നീങ്ങിയാണ്. ഇന്ന് അമേരിക്കയെ സംബന്ധിച്ച് നമ്മളെയും ബാധിക്കുന്നു. വൺ വേൾഡ് ഗവൺമെന്റ്, ഒരു ഭരണാധികാരിയിലേക്ക് ജനം നീങ്ങുകയാണ്. ഈയിടെ യൂറോപ്യൻ പാർലമെന്റിൽ അവർ പറയുന്നു,
പശ്ചാത്താപം വരി നമ്മളെ രക്ഷിക്കാൻ ഒരാളിനെ വേണം. ഇസ്രായേൽ പോലും എന്താ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്? നെതന്യാഹു പരാജയപ്പെടുന്നു, നമുക്ക് രക്ഷിക്കാൻ ഒരാളെ വേണം. അമേരിക്കയിൽ ട്രംപല്ല, നമുക്ക് രക്ഷിക്കാനുള്ള വേണം. ലോകം മൊത്തം ഈ പ്രശ്നങ്ങളിലെ കുഴഞ്ഞു മറിയുമ്പോൾ ലോകം മൊത്തം എന്ന് പറയുന്നത് ഒരു രക്ഷകനെ വേണം, ഭീതിയുടെ വിമോചകനെ വേണം, ഞങ്ങളുടെ ഇന്നത്തെ ദുസ്ഥിതിയിൽ നിന്ന് വീണ്ടെടുക്കാൻ ഒരാളെ വേണം. അതാണ് സംഭവിക്കുന്നത്. ഒക്ടോബർ 7 എന്താ സംഭവിച്ചത്? ആരും പ്രതീക്ഷിച്ചതല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച നാം ഓർപ്പിച്ചതുപോലെ ഒരു രാത്രി കൊണ്ടുണ്ടായതാണ്. പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഇസ്രായേല് എസെക്കിയേൽ പുസ്തകം 38 അധ്യായത്തിൽ നാം കാണുന്നുണ്ടല്ലോ. ഈ എല്ലുകൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ എല്ലുകളിൽ മജ്ജ വരുന്നു, ഈ എല്ലുകൾ ജീവിച്ചു. 1948 മെയ് 14 അത് സംഭവിച്ചു. അപ്പോ ഞായറാഴ്ച ഓർത്തതുപോലെ ഇസ്രായേലാണ് നമ്മുടെ ഭാവിയുടെ, ലോകഭാവിയുടെ ഘടികാരം എന്ന് പറയുന്നത്. ഈസ് എ ക്ലോക്ക്. ആ ഇസ്രായേൽ നടക്കുന്ന വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയാൽ നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒക്ടോബർ 7 സംഭവിച്ചൊന്നും യാദൃച്ഛ്യവുമല്ല. ഇസ്രായേൽ സംബന്ധിച്ച് ഒന്നും യാദൃച്ഛ്യവുമല്ല, ദൈവത്തിന്റെ പദ്ധതിയിലുണ്ട്. ഹമാസും ഹൂത്തീസും ഹിസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ISIയും എല്ലാം കൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുകയാണ്. 7 മേഖലകളിലാണ് അവരുടെ ആക്രമണം നടക്കുന്നത്. അവിടെ 2-3 വിശ്വാസികളായ ജേർണലിസ്റ്റ് ഉണ്ട്, അമിത് സർഫാത്തിയും ജോയൽ റോസന്തൽ. ഞാൻ ജോയൽ റോസന്തിനെ ആ ട്രംപിന്റെ പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കാണുകയുണ്ടായി. ആ ജോയൽ റോസൻബർഗ് സിറാക്യൂസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു യഹൂദ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ GLSന്റെ പഴയ മാനേജരായിരുന്ന എമ്മി ഇപ്പന്റെ ബ്രദർ ടി കോശി അവിടെ ചാപ്ലൈനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇവരെല്ലാം കൊണ്ടുവരും, ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ കൊണ്ടുവരും. അങ്ങനെ വിശ്വാസത്തിൽ വന്ന ആളാണ് ജോയൽ റോസൻബർഗ്. അദ്ദേഹം വിശ്വാസത്തിൽ വന്ന് ഒരു മെസ്സാനിക് ജൂവായി ഇന്ന് അന്തർദേശീയ ഒരു കൺസൾട്ടന്റും ജേർണലിസ്റ്റുമാണ്. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പല പുസ്തകങ്ങൾ ഈയിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ജെറുസലേമിലാണ് സ്ഥിതിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും, നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയും. അതിൽ അദ്ദേഹം ബൈബിളിന്റെ ഒരു അധ്യാപകനാണ്, ബൈബിൾ ടീച്ചറാണ്, ബൈബിൾ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ബൈബിളും ഇസ്രായേൽ ഇന്നും നടക്കുന്നതുമായിട്ട് താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അമിത് സർഫാത്തി പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ആൻഡ് ജോയൽ റോസൻബർഗ് എല്ലാ ദിവസവും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്താണ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലും ഇത് നിൽക്കണമെന്നില്ല. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു രീതിയിലുള്ള ഒരു സമാധാനം വരുമെങ്കിലും ഇന്ന് സിറിയയിലെ നേതാവായിരുന്നു, ISIയിലെ നേതാവായിരുന്ന ജോലാനിയാണ്. ആ ജോലാനി ഇന്നൊരു നേതാവായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇസ്രായേലിനെ നാമാവശേഷമാക്കണം. ഇറാനും അത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ്. റഷ്യയുടെയും ഇറാന്റെയും മറ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെയും സഹായത്താൽ ഇന്ന് നടക്കുന്നത് എന്താണ്? ഇസ്രായേലിനെതിരായിട്ടുള്ള വലിയൊരു മുന്നേറ്റവും. എസെക്കിയേലിലെ ഒരു റഷ്യൻ ഇൻവേഷൻ പറയുന്നത് എന്നാണെന്ന് നമുക്കറിയില്ല. റഷ്യയുടെ ഇൻവേഷൻ, റഷ്യ ശക്തമായിട്ട് ഇസ്രായേലിനെതിരായിട്ട് വരാൻ പോവുകയാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ഈ വലിയ പരാജയ ഭീതിയിൽ ഇറ്റ്സ് എ ടൈം ഓഫ് അനാർക്കി അറൗണ്ട് ദ വേൾഡ്. അരക്ഷിതാവസ്ഥയാണ്. ഈ അരക്ഷിതാവസ്ഥയിൽ ജനമെല്ലാം പറയുന്ന ഒരാളെ വേണമെന്നുള്ളത്. അവിടെയാണ് നാം പറയുന്ന കർത്താവ് പറഞ്ഞ എതിർ ക്രിസ്തു വരാൻ പോകുന്നത്. എതിർ ക്രിസ്തു രണ്ട് പേരായിട്ടാണ് നാം കാണുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ ലീഡറുണ്ട്, ഒരു റിലീജിയസ് ലീഡറുണ്ട്. അതിൻ്റെ ഫോൾസ് പ്രോഫറ്റ് ആണല്ലോ റിലീജിയസ് ലീഡർ. അപ്പോൾ ഒരു ഈവിൾ ട്രിനിറ്റിയാണ് ഇവിടെ കാണാൻ പോകുന്നത്. അവർ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് ഇസ്രായേല് ഒരു വലിയ നേതാവ് വരുമ്പോൾ ഐ വിൽ ഫിക്സ് ഇറ്റ്, ഞാൻ അതിന് മിസ്റ്റർ ഫിക്സ് ഇറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ, അതിസമർത്ഥനായ ഒരു ലോക നേതാവ് വരുമ്പോൾ, സകല പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം നൽകാമെന്ന് പറയുന്ന അതിസമർത്ഥനും സുന്ദരനുമായ സുമുഖനുമായ ഒരു നേതാവ് വരുമ്പോൾ he will be the most intelligent person. വന്നിട്ട് പറയും ഐ വിൽ ഡു ഇറ്റ്. യൂറോപ്പിലെല്ലാവരും സ്വീകരിക്കും. ഇസ്രായേല് ഒരു അപ്പോസ്റ്റേറ്റ് ജ്യൂ ആയിരിക്കാമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, നമുക്കറിയാം, നമുക്കൊരു പ്രശ്നമല്ല. അന്തിക്രിസ്തു ആരാകട്ടെ, അഖിലോ നേതാവ് ആരാകട്ടെ, നമുക്കൊരു പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ യഥാർത്ഥ നേതാവിനെ നോക്കിയിരിക്കാന്നല്ല. അതാരുമാകട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. അവൻ വന്നിട്ട് ഇസ്രായേലുമായിട്ട് ഒരു 7 വർഷത്തെ ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു എന്നേ ഉള്ളൂ. 7 വർഷത്തെ ഉടമ്പടി. ആദ്യത്തെ 3.5 വർഷം അതിമനോഹരമായ ഇറ്റ്സ് എ കാം ബിഫോർ സ്റ്റോം. കൊടുങ്കാറ്റിന് മുമ്പിലുള്ള ശാന്തത പോലെ
നല്ല ഭരണം കൈകാര്യം ചെയ്യും. ഇസ്രായേൽ യെരുശലേമിൽ മൂന്നാമത്തെ ടെമ്പിൾ വയ്ക്കുന്നതിനുള്ള ഒരു അനുവാദം അവൻ നൽകും. ടെമ്പിൾ വെക്കുന്നതിന് അവരെ സഹായിക്കും. 3.5 വർഷം സാമാന്യം കുഴപ്പമില്ല. എന്നാൽ 3.5 വർഷത്തിന്റെ കഴിയുമ്പോൾ മധ്യത്തിൽ 7 വർഷത്തിന്റെ മധ്യത്തിൽ താൻ എന്താ പറയാൻ പോകുന്നത്? തൻ്റെ ആയുധം, തൻ്റെ വിഗ്രഹം താൻ ആ ടെമ്പിളിൽ വെച്ചിട്ട് പറയും, എന്നെ ആരാധിക്കണം. യഹൂദനൊരിക്കലും സാധ്യമല്ല. അങ്ങനെ മഹാപീഡനം വരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മഹാപീഡനത്തിന് മുമ്പേ ഞാനും നിങ്ങൾ എടുക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3 തിയറീസ് ഉണ്ട്: പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ ആൻഡ് പോസ്റ്റ് ട്രിബുലേഷൻ. സഭ എടുക്കപ്പെടുന്നത് മഹോപദ്രവത്തിന് മുൻപാണോ, മഹോപദ്രവത്തിന്റെ മധ്യത്തിലാണോ, മഹോപദ്രവത്തിന് ശേഷം അവസാനമാണോ എന്ന് നമുക്ക് 3 തിയറീസ് ഉണ്ട്. 3 തിയറീസിനെയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എന്റെ കർത്താവ് വന്ന് എന്റെ തന്റെ രക്തത്തോടെ എന്നെ വീണ്ടെടുത്തു, എന്നെ മഹോപദ്രവത്തിന് മുമ്പാകെ കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു. അതേമാവട്ടെ, ഏതായാലും നമുക്ക് കർത്താവ് വരും. അന്ത്യക്രിസ്തു വന്ന് എന്തോ ചെയ്യട്ടെ. മൂന്നിൽ രണ്ട് ഇസ്രായേൽ മക്കൾ മരിക്കാൻ പോവുകയാണ്. വെറും 1 വെറും ചാവാറായ ശേഷിപ്പാണ്. ഇസ്രായേൽ എന്താ സംഭവിക്കുന്നത്? അവൻ എന്തുകൊണ്ടാണ് ഇത് അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത്? എന്താ പറഞ്ഞത്? ബറബ്ബാസിനെ മതി, യേശുവിനെ വേണ്ട, രക്ഷകനെ വേണ്ട, വിമോചനെ വേണ്ട, മശിഹായെ വേണ്ട, ബറബ്ബാസിനെ മതി. ബറബ്ബാസിനെ മതി. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളുടെ മേലും തലമുറ മേലും ആ രക്തം വരട്ടെ. ഇന്നലെ നെതന്യാഹു പറയായിരുന്നു, 3500 വർഷത്തെ ചരിത്രമുള്ള ഇസ്രായേല് കഴിഞ്ഞ വർഷങ്ങൾ എത്രയായി? 3000-ഓളം വർഷം ഓടി നടക്കുകയാണ്. എന്നാൽ എന്താണെന്ന് നെഹമ്യാവ് എന്ന് മനസ്സിലാക്കാത്തത്? സൈനികളെ യഹോവയെ വിട്ടതുകൊണ്ട്, രക്ഷകനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ഇസ്രായേലിനോടൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, യഹൂദൻ ഏറ്റവും യേശു വിരോധിയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അനേക കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യഹൂദന്മാർ. എന്നാൽ യഹൂദന്മാർ താത്വികമായി യേശുവിനെ വിശ്വസിക്കുക. ഇത് ഇസ് എ ബ്ലാസ്ഫീമർ എന്നാണ് യേശുവിനെ പറ്റി പറയുന്നത്. അവരുടെ രക്ഷ ആവശ്യമാണ്. എന്നാൽ 3-1 ഈ മഹോപദ്രവകാലത്ത് രക്ഷപ്പെടാൻ പോകുന്നത്. അങ്ങനെ ആ സമയത്തിരിക്കുമ്പോൾ ഞാൻ ഞായറാഴ്ച ഓർപ്പിച്ചതുപോലെ ഒരു യുദ്ധം വരാൻ പോവുകയാണ്. അതാണ് യുദ്ധം വരാൻ പോവുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഞാൻ ഓർപ്പിച്ചത് 20 കോടി കാലാവസ്ഥ പോവുകയാണ്. ചൈന റോഡ് പണി കഴിഞ്ഞു. ചൈന പണിയുവാനാണ്. ഓർപ്പിച്ചതുപോലെ യൂഫ്രട്ടീസ് നദി പറ്റുകയാണ്. അവിടെ 20 കോടി കാലാൽപ്പട ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഹർമദോനിത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയുധങ്ങളൊക്കെ എന്തിനാ? എത്ര കോടി ആയുധങ്ങളാണ് ഇന്ന് ലോകത്തിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ലോകം മൊത്തം ചെറിയ രാജ്യങ്ങൾ പോലും പണം മുടക്കുന്ന ആയുധത്തിന് വേണ്ടിയാണ്. ഒരു കാര്യം എന്തിനു വേണ്ടി? പിശാചിന്റെ തന്ത്രമാണ്. ഹർമഗദോൻ യുദ്ധം ഇസ്രായേലിനെ തുണച്ചു മാറ്റുക. എന്നാൽ ദൈവം ഇടപെടും. അപ്പോ നാം അവിടെയായിരിക്കും, നാം സ്വർഗ്ഗത്തിലായിരിക്കും. ഇവിടെ അന്ത്യക്രിസ്തു ഭരിക്കുമ്പോൾ the reigning of the antichrist will be there. അങ്ങനെ നമുക്ക് എന്താ നമുക്ക് എന്താ 1000 ആണ്ട് ഇവിടെ നാം വാഴാൻ പോകുന്നു. 1000 ആണ്ട് നാം എവിടെ വാഴും, എങ്ങനെ വാഴും, അതാണ് ലഭിക്കുന്നത്. ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കാം. വെളിപ്പാട് 20. വെളിപ്പാട് 20-ന്റെ 1-2 വാക്യങ്ങൾ. അനന്തരം ഒരു ദൂതൻ ആകാശത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും 5-6 വാക്യങ്ങൾ. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോഴും ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. മതി. എന്താ നാം വായിച്ചത്? ആരാ നമ്മളെ വാഴാൻ പോകുന്ന? ആരാ? 1000 ആണ്ട് നാം
രാജാക്കന്മാരായി വാഴാൻ പോവുകയാണ്. ചരിത്രം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ട ഭരണം നാം ഏറ്റെടുക്കാൻ പോവാണ് ക്രിസ്തുവിൽ കൂടെ. കാരണം രാജാവായി. അപ്പം 3 രീതിയിലാണ് രാജഭരണം. ഒന്ന്, യേശു ക്രിസ്തുവിനെ ഞാൻ കർത്താവായി സ്വീകരിച്ചു കഴിയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഭരണം എന്നിൽ വരുന്നു. ആ യേശു ക്രിസ്തുവിന്റെ ഭരണം സഭയിൽ വരുന്നു. ഈവൻ അക്ഷരികമായ ലിറ്ററലി ക്രൈസ്റ്റ് ജീസസ് ഈസ് ഗോയിങ് ടു കം. അവൻ 1000 ആണ്ടോടെ വാഴാൻ പോവുകയാണ്. അത് കൂടുതൽ ആരാ വാഴാൻ പോകുന്നത്? സൗരിമാരെ, നിങ്ങൾ വാഴാൻ പോവാ, നമ്മൾ വാഴാൻ പോവാ. അവിടെ ആൺ പെൺ വ്യത്യാസമില്ല. ക്രിസ്തുവിന്റെ മക്കളായി ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് ഭരിക്കാൻ പോവുകയാണ്. ഇന്നത്തെ BJP ഒന്നുമല്ല ഭരിക്കാൻ പോകുന്നത്, നാമാണ് ഭരിക്കാൻ പോകുന്നത്. പക്ഷേ നാം ഭരിക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അധികാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, we should know how to live in the light of the return of the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ നാം വിശുദ്ധിയിൽ ജീവിക്കണം, വിവേകത്തിൽ ജീവിക്കണം, വിജ്ഞാനത്തിൽ ജീവിക്കണം. അതാണ് ആവശ്യം. അതിൻ്റെ അടിസ്ഥാനത്താണ് നമുക്ക് we get the rewards from him. നമുക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. അപ്പോൾ പറഞ്ഞു ആരുടെയില്ല. അതുകൊണ്ടാണ് നാം ഇവിടുത്തെ രാഷ്ട്രീയത്തിലൊക്കെ പോയി നമ്മളത് ചെലവഴിക്കാത്ത സമയം. നമുക്ക് അതിനാവശ്യമില്ല. നമ്മൾ ഈ ലോകത്തെ ഒരു പാരഡൈസ് റീഗെയിൻഡ് ആകാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട പർദീസയെ നാം വീണ്ടെടുക്കാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു ബി ടേക്കിംഗ് കെയർ ഓഫ് ദി ഗുഡ് വേൾഡ്. 1000 ആണ്ട് വാഴുക. കർത്താവ് ഇപ്പോഴാണ്. അവൻ സമാധാന പ്രഭുവാണ്. കഴിഞ്ഞ ആഴ്ച വായിച്ചല്ലോ, അവൻ സമാധാന പ്രഭുവാണ്. ഇന്ന് സമാധാനമില്ല, സുരക്ഷിതത്വമില്ല. ഇന്ന് യാതൊരു രീതിയിലുമുള്ള ആശയും പ്രത്യാശയും ലോകത്തിനില്ല. അർത്ഥിച്ചു വരികയാണ്. 24, 25, മത്തായി 25-ലും തിമോഥെയോസിലെ നാം വായിക്കുന്ന പോലെ അന്ത്യകാലം ദുർഘട സമയമാണ്. 28 കാര്യങ്ങളാണ് തിമോഥെയോസിനോട് പറഞ്ഞിരിക്കുന്നത്. ദുർഘട സമയം വരുന്നു. നമ്മുടെ ചുറ്റും നമുക്ക് അതല്ലേ കാണുവാൻ കഴിയുന്നത്. എന്താ സംശയം പ്രിയപ്പെട്ടവരെ? ദുർഘട സമയം ആയിട്ടില്ലേ നമുക്കൊന്ന് കാണാൻ കഴിയുമോ? അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? നാം വളരെ സൂക്ഷിക്കണം. വൺ വേൾഡ് ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു കം, വൺ ലീഡർ ഈസ് ഗോയിങ് ടു ടേക്ക് ഓവർ. അതൊക്കെ വരട്ടെ. നമുക്ക് അന്ത്യക്രിസ്തു വരട്ടെ, നമുക്ക് പ്രശ്നമില്ല. അന്ത്യക്രിസ്തു അല്ല, നമ്മുടെ കർത്താവ് വരും. കർത്താവ് വരുമ്പോ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? വൈകിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. നാം ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ സമയവും നമ്മുടെ താലന്തുകളും നമ്മുടെ വിഭവശേഷികളും നമ്മുടെ അവസരങ്ങളും കർത്താവിന്റെ വരവിനോട് ഓർത്താണ് നാം ജീവിക്കുന്നത്. നമുക്ക് തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് തിരിയാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം. പതിനാറാം വാക്യം വായിക്കാൻ പരിചയമുള്ളതാണ്. 16-ാം വാക്യം 15 മുതൽ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ ഇരിക്കും. ശരിയാണ്. സാധാരണ നാം വായിക്കുന്നത് ശവസംസ്കാര ശുശ്രൂഷയില അല്ലേ? ഇതെന്നും നാം വായിക്കേണ്ടതല്ലേ? ശരി, ആരാണ് സമയാലയത്തിൽ വീട്ടിൽ പാടിയപ്പോ അയലോക്കത്തോരം ചോദിച്ചു, എവിടെ ആരെങ്കിലും മരിച്ചോന്ന് അല്ലേ? എപ്പോഴും പാടുന്ന സമയമായ രഥത്തിൽ ഞാൻ പോവാം. വി ഓൾ കം വിത്ത് ആൻ എക്സ്പയറി ഡേറ്റ്. സമയമാകുന്ന രഥത്തിൽ പോകും. ആ രഥം നിൽക്കും. വി ഓൾ കം വിത്ത് ആൻ എക്സ്പയറി ഡേറ്റ്. മരണ ഡേറ്റുമായിട്ടാണ് നാം വരുന്നത്. അത് നാം ബോധവാന്മാരാണോ? കർത്താവ് പറയുന്നതാണ്, കർത്താവ് വരാൻ പോവുകയാണ്. കർത്താവിൽ മരിച്ചവർ വീഴ്ത്തെഴുന്നേൽക്കും, ജീവനോട് ചെയ്ത് നാം എടുക്കപ്പെടും. റാപ്റ്റോസ് എന്ന് പറയുന്ന എന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാർപ്പസോ എന്നുള്ള വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എടുക്കപ്പെടും. നല്ലൊരു അർത്ഥമായ വാക്യമാണ്. എടുക്കപ്പെടും, റാപ്ചർ, നമ്മൾ ഉൾപ്രാവണം പ്രാപിക്കും. അതിന് 3-4 അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം, നാം വിൽ ബി ടേക്കൺ സ്പീഡിലി, പെട്ടത്തിൽ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോകുന്നു. ക്ഷിപ്രം, മിനിറ്റുകൾക്കുള്ളിൽ. അതിലെന്താ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിന്റെ ബ്ലിങ്കിങ് ഓഫ് ആൻ ഐ, ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ. കണ്ണിമിക്കുന്നിടയിൽ എത്ര? 50-1 എന്നാണ് പറയുന്നത്. 50-1. ഈ കണ്ണിമിക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടാൻ പോവുകയാണ്, കർത്താവിന്റെ അടുത്തേക്ക് പോവുകയാണ്. സന്തോഷമുണ്ടോ? The corrupt shall put on the incorrupt, the mortal shall put on the immortal. നമ്മുടെ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ ധരിക്കാൻ പോവുകയാണ്.
നമ്മുടെ അമർത്യമായ ശരീരം അമർത്യമായിട്ടാകാൻ പോവുകയാണ്. ഈ ശരീരത്തിലെ വേദനയും വിഷമവും ദുഃഖവും എല്ലാം മാറും. നമ്മുടെ കർത്താവിനോട് കൂടെ കർത്താവിനെ പോലെ നന്നായി തീരും. സോ വിൽ ഗോ വെരി വെരി സ്പീഡ് ഇൻ എ സ്പീഡ്. അതാണ് ഒന്നാമത്തെ. വിൽ കോട്ട് ഓഫ് സ്പീഡിൽ. 2 വിൽ ബി സീസ്ഡ് ബൈ ഫോഴ്സ്. ഒരു ശക്തിയാണ് ഈ ലോകത്തിലെ ശക്തി നമ്മെ പിടിച്ചിരുത്തിയിരിക്കുകയാണല്ലേ. ഇതേ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, എതിരെ ഒരു 75 ലക്ഷം രൂപ മുടക്കിയ ഒരു 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 വീട് വീഴുന്നത് 75 ലക്ഷമായി. കർത്താവ് ഇപ്പോഴേക്കാളും വരുമോ? അദ്ദേഹത്തിന് ഷാപ്പാട് പുള്ളിക്കൊരു വരുവാ. ഇതൊക്കെ ഇട്ടേച്ച് പോകണമെന്നുള്ളതാ. ക്ഷമിക്കണം. നാം വളരെ ബലത്തോടുകൂടിയാണ് നാം എടുക്കപ്പെടുന്നത്. ഈ ലോകത്തിലെ പിശാച് നമ്മളെ ഇവിടെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് എതിരായിട്ടാണ് ഈ റാപ്ചർ ഉണ്ടാവുന്നത്. ഫോഴ്സ്. മൂന്നാമത്തെ അർത്ഥം വിൽ ബി ടേക്കൺ ടു ഹിസ് ഓൺ. അതെ, സ്വന്തത്തിൽ എന്റെ കർത്താവ് ഇതാ ഒരു വിവാഹ നിശ്ചയത്തിലെ പോലെയാണ്. ഇതാ വരൻ വരുന്നു, വധുവിനെ സ്വീകരിക്കുന്നു, വിവാഹം കഴിഞ്ഞ് കൊണ്ടുപോകുന്നു. വരൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്, ആ വധുവിനെ കൊണ്ടുപോകുന്നു. അതാണ് വിവാഹ നിശ്ചയം. ഹീസ് ഗോയിങ് ടു ടേക്ക് us to his own. ഞാൻ തന്റെ രക്തത്താൽ വീണ്ടും നമ്മെ അവന്റെ അടുത്തേക്ക് കൊണ്ടുകയാണ്. അടുത്തായിട്ട് അതിന്റെ വേറൊരു അർത്ഥം പറയുന്നത് move to a new place. പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ താൽക്കാലികമായ ഗൂഢാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകുമ്പോൾ കൈപ്പണിയല്ലാത്ത നിത്യമായ ഭവനം ഈ ലോകത്തിനത് ആവശ്യമാണ്. ഇവിടെ വേണം ആഹാരം, വേണം വസ്ത്രം, വേണം പാർപ്പിടം. എന്നാൽ ടെന്റാണ് ഇത് വെറും ഒരു കൂടാരമാണ്. അത് കഴിഞ്ഞിട്ട് നിത്യമായ സ്ഥായിയായ സ്ഥലത്തേക്ക് പോകും. ഫൈനലി അതിന്റെ അർത്ഥം, റാപ്ചറിന്റെ അർത്ഥം വിൽ ബി റെസ്ക്യൂഡ് ഫ്രം ഡേഞ്ചർ. അപകടങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ പോവുകയാണ്. ആര് റെഡി? ഇങ്ങനെയുള്ള ഒരു റാപ്ചറിന് നാം എന്തിനു വിഷമിക്കുന്നു? ഈ ലോകത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിയിട്ട് നമ്മുടെ കർത്താവിനോട് കൂടിയായിരിക്കും. പക്ഷേ നാം എന്താ ചെയ്യേണ്ടത്? അതുവരെ നമുക്ക് പത്രോസിലേക്ക് പോവാം. 1 പത്രോസ് 4-ാം അധ്യായം. കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചോ എന്നൊരു സംശയമുണ്ട്. 1 പത്രോസ് 4:7. എന്നാൽ എല്ലാറ്റിനെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പേൻ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പേൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. 9. കുറുകുറുപ്പ് കൂടാതെ തമ്മിൽ അതിസത്കാരം ആചരിപ്പേൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പേൻ. അപ്പൊ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കാൻ ഇന്ന് നാം കാണുന്ന ഇസ്രായേലിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഏക കൂട്ടർ ഭാഗ്യവാന്മാർ നമ്മളാ. ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിലുണ്ട്. ഈ ദൈവത്തിന്റെ വചനം എത്ര അച്ചട്ടായിട്ടാണ് കാര്യങ്ങളെ വിശദീകരിച്ചിട്ടുള്ളത്. വ്യക്തമായിട്ട് എന്താ സംഭവിക്കുമെന്ന് അറിയാം. വി നോ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ഈ ഭാവി കാര്യങ്ങൾ എത്ര വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കർത്താവിനോട് വളരെ അടുത്തിരിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ നിർമ്മതരായിരിക്കണം, പ്രാർത്ഥനയിട്ടിരിക്കണം. നാം പ്രാർത്ഥനയിട്ടിരിക്കണം. കർത്താവ് അതേ പറഞ്ഞുള്ളൂ. കർത്താവ് ക്രൂശിലേക്ക് കയറുന്ന മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയിൽ ഇരിക്കപ്പെട്ടവരായ കാലമായി നമ്മൾ തന്നെ കുഞ്ഞുങ്ങൾ അനേകം വിശ്വാസമുള്ളതായിട്ട് സ്തോത്രം. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഞാൻ പോകുമ്പോൾ അനേകം നമ്മുടെ മക്കൾ, കൊച്ചുമക്കള്, നമ്മുടെ അപ്പച്ചന്മാർ, അമ്മച്ചിമാര് കർത്താവിന് വേണ്ടി ജീവൻ ചെയ്തവരുടെ കൊച്ചുമക്കളൊക്കെ വളരെ സന്തോഷത്തോടെ അധ്വാനിക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി. അവർക്കായിട്ട് സ്തോത്രം. എന്നാൽ ചില കുഞ്ഞുങ്ങളൊക്കെ മാറിപ്പോവുകയാണ്. നാം അത് കരയണം. നമ്മുടെ അയൽക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സ്നേഹിതർ നശിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ there's only one job for us. We are saved to serve. നമുക്കൊരൊറ്റ ജോലിയേ ഉള്ളൂ. അഗ്നിരക്ഷാ സേനയാണ് നാം. കോടികൾ കർത്താവില്ലാതെ നരകത്തിലേക്ക് പോയിക്കൊടുന്നു. അവരെ രക്ഷിക്കണം. അവരെ നമ്മുടെ വാക്കുകൾ കൂടെ, ജീവിതത്തിൽ കൂടെ, നമ്മുടെ സാഹിത്യത്തിൽ കൂടെ, പെരുമാറ്റത്തിൽ കൂടെ, ഇടപെടലിൽ കൂടെ യേശു തന്നെ രക്ഷകൻ. കർത്താവില്ല എങ്കിൽ നിറത്തുള്ള വിശ്വങ്ങൾ പറയുവാൻ നാം മടിക്കരുത്. അതാണ് നമ്മുടെ ജോലി. കഴിഞ്ഞ
70, 80, 60, 50, 40 വർഷങ്ങളിൽ കർത്താവ് നമ്മെ കൊണ്ട് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഇവിടെ കുറെ ഡിഗ്രി നേടിയോ പണം നേടിയോ വീട് വേണ്ടിയോ അല്ല, അതൊക്കെ വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രാമുഖ്യം ഇതെല്ലാം നമുക്കുള്ളതും നാം ആകുന്നതുമെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാത്രം നാം മുതൽ മുടക്കണം. പ്രാർത്ഥനയിൽ ഉച്ചിരിക്കുക. എന്താ പറയുക, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങളെ അവരവർക്കനുസരിച്ച് നാം ഉപയോഗിക്കണം. സോ നിർമ്മതരായിരിക്കും, സെൽഫ് കൺട്രോൾ ആയിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം, ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം. കർത്താവ് പിന്നെയും അത് പറയുന്നത് റസൂലുള്ളാഹിയിലും ഖുർആനിലും എല്ലാറ്റിലും, പിന്നെ പത്രോസും എല്ലാം പൗലോസും എല്ലാം പറയുന്നതാണ്, we to live in holiness, വിശുദ്ധിയിൽ ജീവിക്കണം. we to live in harmony, ഐക്യതയിൽ സ്നേഹത്തിൽ ജീവിക്കണം. and we have to live in honesty, ആത്മാർത്ഥതയിൽ ജീവിക്കണം. we have to live in helpfulness, മറ്റൊരു അന്യോന്യം സഹായിച്ച് ജീവിക്കണം. we have to live in hope, പ്രത്യാശയിൽ കഴിയണം. എന്ത് വരട്ടെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മുടെ ഇടയിൽ എത്രയോ പേര് ക്യാൻസറാണ്, അപകടങ്ങളാണ്, പൊടുന്നതിനെ കാര്യങ്ങൾ വരികയാണ്. എന്നാൽ നമുക്ക് കർത്താവെ അങ്ങ് തരുന്ന അവസരങ്ങൾ അങ്ങേക്കായി വിനിയോഗിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. വരാൻ പോവുകയാണ്, കർത്താവ് വരാൻ പോവുകയാണ്. ഇതിൽ വലിയ ഈ രാഷ്ട്രീയമായ കാര്യങ്ങൾ നാം വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം എല്ലാം പറയുന്നു, ഞാൻ വരാൻ വരും താമസിക്കും. അവൻ വന്നിട്ട് അവൻ ഭരണം 1000 ആണ്ട് വാഴാൻ പോവുകയാണ്. ആർ യു എക്സൈറ്റഡ്? ആർ യു നോട്ട് എക്സൈറ്റഡ്? ആവേശമില്ലേ? നാം എന്തിന് ഞാൻ കഴിഞ്ഞ ചോദിച്ചു, പ്രൊബേഷൻ പീരീഡ്, നമ്മുടെ 70 വർഷത്തെ പ്രൊബേഷൻ പീരീഡിൽ കർത്താവ് ഭരണമൊക്കെ ചെയ്ത് ജീവിക്കാം. വി ആർ റിക്രൂട്ടഡ് ഫോർ ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ സർവീസ്, IAS പോലെ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ് പോലെ, GAS, അങ്ങനെയാണ് ഞാൻ വാക്ക് പറഞ്ഞിരിക്കുന്നത്. GAS, വി ആർ റിക്രൂട്ടഡ് ഫോർ GAS, ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ സർവീസ്. ഈ ലോകത്തെ മൊത്തം ഭരിക്കുവാൻ വേണ്ടിയാണ് നാം കഴിഞ്ഞ ആഴ്ച വായിച്ച എഫെസ്യരിലെ 1-ാം അധ്യായത്തിൽ യു ആർ റിക്രൂട്ടഡ്. ഉലകസ്ഥാനത്തിന് മുമ്പ് എന്നെയും നിങ്ങളെയും ദൈവം റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ്. തൻ്റെ രക്തത്താൽ, കർത്താവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടത് നാം ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാനാണ്. വി ആർ റിക്രൂട്ടഡ് ഫോർ GAS, ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ സർവീസ്. ഇന്ന് നാം വിശുദ്ധരാണോ, വിവേകത്തോടെ ജീവിക്കുന്നുണ്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൃപാവരങ്ങളെ നാം ശരിയായി മുതൽ മുടക്കുന്നുണ്ടോ ദൈവരാജ്യത്തിന്റെ പ്രാപ്തിക്കായി, ഉന്നതിക്കായിട്ട്? അതിന്റെ അടിസ്ഥാനത്തിൽ നാം ഭരിക്കാൻ പോവുകയാണ്. വി ആർ റിക്രൂട്ടഡ് ടു റൂൾ ദ വേൾഡ് ഇൻ GAS, ഗ്ലോബൽ അഡ്മിനിസ്ട്രേഷൻ സർവീസ്. യെരുശലേം കേന്ദ്രമാക്കി. യെരുശലേം ഈസ് ഗോയിങ് ടു ബി ദ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ, going to be the economic capital, going to be the religious capital of the world. എല്ലാം വാക്യങ്ങളുണ്ട്, ഞാൻ ഒന്നും വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. യെരുശലേമാണ്, യെരുശലേം ദൈവത്തിന്റെ നഗരം. ജെറുസലേം is the geographical center of the earth. ഈ ഭൂമിയുടെ ജിയോഗ്രാഫിക്കൽ സെന്റർ ആ ജെറുസലേം. ദൈവത്തിന്റെ നാടാണ്, ദൈവത്തിന്റെ പട്ടണമാണ്. അവൻ വരുവാൻ പോവുകയാണ്. So we have the rapture, then we will come back. അതിന് മുമ്പേ റാപ്ചറിന് ശേഷമാകാം. ഇതാ ലോകം മൊത്തം ഒരുങ്ങാൻ പോവുകയാണ്. ഗോഗ് മാഗോഗ്, വലിയ അർമഗദോൻ യുദ്ധത്തിലെ കാര്യങ്ങൾ നീങ്ങുകയാണ്. യൂഫ്രട്ടീസ് വറ്റുന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒലിവ് മലയിലേക്ക് അവർ നീങ്ങുകയാണ്. അവർ ആ ജസ്രീൽ വാലി, ജസ്രീൽ വാലി എയർഫോഴ്സിന്റെ സെന്റർ ആണ്. അവിടെയാണ് അർമഗദോൻ യുദ്ധം നടക്കാൻ പോകുന്നത്. അന്ത്യയുദ്ധം നടക്കാൻ പോവുകയാണ്. അപ്പോ 3-2 ഛേദിക്കപ്പെടും. ഇസ്രായേലിന്റെ 3-1 അവർ കരയും, മശിഹായെ വരണമേ, മശിഹായെ വരണമേ, ഞങ്ങളുടെ രക്ഷകനെ വരണമെന്ന്. അവിടെ ഇസ്രായേലിന് ഒരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അടുത്ത ദേവാലയം പണിയുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ സുഗന്ധദ്രവ്യങ്ങൾ പോലും വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് കൂട്ടാൻ പാടില്ല, നിയമമുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 9 ദിവസത്തിനുള്ളിൽ അവർക്ക് ദേവാലയം പണിയാൻ കഴിയും, ചെറിയ രീതിയിൽ പണിയാൻ കഴിയും, യാഗം ആരംഭിക്കാൻ. ഞാൻ എൻ്റെ ഡയറക്ടറോട് ചോദിച്ചു, ഈ ടെമ്പിൾ നിങ്ങൾ പണിഞ്ഞ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മശിഹ വരും. അപ്പം മശിഹ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു സ്ത്രീയാണ് ഡയറക്ടർ. ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, വാട്ട് ആർ യു എക്സ്പെക്ടിങ് ഓഫ് ദാറ്റ് മെസ്സായ? അദ്ദേഹം ഭരണം ഏറ്റെടുക്കും. അല്ലാതെ ആത്മാവിന്റെ രക്ഷയെന്നോ അവർ പൊളിറ്റിക്കൽ ലിബറേഷനാണ് ഈ യഹൂദൻ തീരുമാനിക്കുക, വേറൊന്നുമല്ല. അവരുടെ ശത്രുക്കളെ എല്ലാം മാറ്റിയിട്ട് രാഷ്ട്രീയമായ ഒരു ഭരണം രക്ഷകൻ ഏറ്റെടുക്കുന്നതാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ച് അതല്ല. അവർ സ്വർഗമെന്നോ നരകമെന്നോ അവർക്ക് പ്രശ്നമല്ല, അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്. അവൻ അവിടെ വന്ന് ഈ തൻ്റെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. 1000 ആണ്ട് അവൻ മാറാൻ പോവുകയാണ്. ഇന്നില്ലോ 1000 ആണ്ട് കഴിയുമ്പോൾ
അതിനെപ്പറ്റി ഇഷ്ടംപോലെ 1000 ആണ്ടിനെ പറ്റിയുള്ള 19 റെഫറൻസസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. 19 1000 ആണ്ട് വാഴാൻ പോവുകയാണ്. ഇന്ന് പലരും 1000 ആണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഇത് ഞാൻ കഴിഞ്ഞ വർഷം 1-2 വർഷം മുമ്പ് ചെങ്ങന്നൂര് മുളക്കഴ ഒരു പെന്തക്കോസ്റ്റ് ഗ്രൂപ്പിൽ എന്നെ ഈ പ്രശ്നം ഇത് പഠിപ്പിക്കാൻ വിളിച്ചു. ഞാനിത് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പ്രൊഫസർ, ബൈബിൾ കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം പറയുക, അങ്കിൾ പറഞ്ഞതൊക്കെ വെറും അങ്കിളുടെ ഭാവന. ബൈബിൾ സ്കൂളിലെ പെന്തക്കോസ്റ്റ് ബൈബിൾ സ്കൂളിലെ പ്രൊഫസർ എന്നോട് പറയുകയാണ് 1000 ആണ്ട് വാഴുക എന്ന് പറയുന്നത് അങ്കിളിൻ്റെ ഭാവനയാണ്. ഞാൻ പറഞ്ഞു, സാർ ഇവിടെ പഠിപ്പിക്കാൻ യോഗ്യനാണ്. ബൈബിൾ വിശ്വസിക്കാതെ താനാണോ പിള്ളേരെ പഠിപ്പിക്കുന്നത്? യേശു ക്രിസ്തു വരുന്നു 1000 ആണ്ടോട് വാഴുക താൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ താൻ ബൈബിൾ വിശ്വസിക്കാത്തത് എന്തിനാ ഇങ്ങനെ ഈ സാറ് പണി നടത്തുന്നത്? വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞു, വിശ്വാസികളെ വഞ്ചിക്കരുത്. ഇങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൾട്ടുകളാണ് വന്നിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ച ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1000 ആണ്ട് ഞാനും നിങ്ങളും വാഴാൻ പോവുകയാണ്. റെഡിയാണോ? ആങ്കരും ചേർത്ത് നമ്മളെ ചേർത്തു. അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തിൽ ജാഗരിക്കാം, പ്രാർത്ഥനയിൽ ജാഗരിക്കാം. 2 things are possible. ഇവിടെ ലോകത്തിൽ രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്ന് യഹൂദന്മാരല്ലാത്തതുപോലെ, വേറെ 2 കൂട്ടർ ക്രൈസ്റ്റ് ലവേഴ്സ് ആൻഡ് ക്രൈസ്റ്റ് റിജക്റ്റേഴ്സ്. ക്രിസ്തു ഭക്തരും ക്രിസ്തു തിരസ്കരുമാണ്. ലോകം 2ആയിട്ടേ തിരിച്ചിട്ടുള്ളൂ, ക്രൈസ്റ്റ് റിജക്റ്റേഴ്സ് ആൻഡ് ക്രൈസ്റ്റ് ലവേഴ്സ്. ഇന്ന് ഭാഗ്യവശാൽ നാം ക്രിസ്തു ഭക്തരാണ്. നമുക്ക് ഭക്തിയോടെ ജീവിക്കാം. കർത്താവിനെ നോക്കി കർത്താവ് മാറും. ഇതൊക്കെ മാറും. ഇന്നത്തെ പ്രശ്നങ്ങൾ മാറും. പ്രകൃതിക്ഷോഭം വരട്ടെ, ഇല്ലായ്മകൾ വരട്ടെ, വല്ലായ്മ വരട്ടെ, യുദ്ധം വരട്ടെ. ഇന്ന് ജയിലിൽ കിടക്കുന്ന നമ്മുടെ അനേകം പ്രിയപ്പെട്ടവരെ അവർ ജയിലിൽ കിടന്ന് വിളിച്ചു പറയാണ്, കർത്താവ് നിങ്ങളെ ഉപദ്രവിച്ചുള്ളൂ, പോലീസെ നിങ്ങളെ ഉപദ്രവിച്ചുള്ളൂ, ഞങ്ങളിതൊക്കെ മാറും. ഞങ്ങൾ ഈ ശരീരത്തിൽ വേണ്ടി ജീവിക്കുന്നതല്ല. അവരുടെ പ്രത്യാശയും അവരുടെ സ്നേഹവും കരുതലും കണ്ടിട്ടാണ് അനേകം കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ്, ഞാൻ സാധാരണ പറയാനുള്ള കാര്യം ഞാൻ പറയുക, there is no opportunity without opposition. എതിരുകളില്ലാതെ അവസരങ്ങളില്ല. there is no victory without vigilance. ജാഗ്രതയില്ലാതെ വിജയമില്ല. there is no winning without warfare. യുദ്ധമാണ്, യുദ്ധക്കളമാണ്. യുദ്ധം, നമ്മൾ യുദ്ധത്തിലാണ്. Time is short. Hell is hot. Ready or not, Christ is coming. Till he comes, let's worship him. Let's walk with him. Let us witness him. Witness him through our life, through our lips, through literature. കാലമതികൾ ഇതാ നരകത്തിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അധികമില്ല. നമ്മുടെ സമയം. 2 things we can do, either engage or escape. നമുക്ക് ഒളിച്ചോടാം, ഈ കർത്താവിന്റെ വെളിയിൽ നിന്നും ഒളിച്ചോടാം. പക്ഷേ കണക്ക് കൊടുക്കണം. അല്ല, നമുക്ക് എൻഗേജ്മെന്റ് ആണ്. ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, എനിക്ക് എല്ലായിടത്തും ഇതാണ് പറയുന്നത്, ഒരാളോടെങ്കിലും സുവിശേഷം പറയാതെ, യേശു നിന്നെ സ്നേഹിക്കുമെന്ന് പറയാതെ നാം ഉറങ്ങരുത്. അത് മാത്രമാണ് ജോലി. 1000 നമ്മുടെ സുവിശേഷമാക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വിശ്വാസികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എതിരുകളുടെയും പീഡനത്തിന്റെയും മധ്യേ നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം. നമുക്ക് വേലയിൽ തുടരാം. നമ്മുടെ മക്കള്, കൊച്ചുമക്കളൊക്കെ ഈ കർത്താവിനെ, നമ്മുടെ സഭകളെല്ലാം ഒരുങ്ങും. നമ്മുടെ എല്ലാ സഭകളിലും അനേകം ബൈബിളുകൾ നമുക്ക് എത്തിക്കാം, ക്രിസ്ത്യൻ ലിറ്ററേച്ചർ വെക്കാം. എല്ലാ വിശ്വാസികളും ഇതൊക്കെ ഉപയോഗിച്ച് ഈ രാജ്യത്തെ നമുക്ക് let us fill our land with the word of God. ദൈവവചനത്താൽ നമുക്ക് ലിറ്റ് ഫ്ലഡ് ഇന്ത്യ ലിറ്ററേച്ചർ നിറയ്ക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവരുടെ വരവിനായിട്ടുള്ള ഈ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.